കേരള ക്രിക്കറ്റ് ലീഗ് 2 സീസണും പൂർത്തിയാകുമ്പോൾ താരങ്ങൾ മാത്രമല്ല അവരുടെ കരിയറിൽ ഉയർച്ച നേടിയത്. കേസിലെ അനുഭവ പരിചയം IPL മത്സരങ്ങളിലെ അമ്പയറിംഗിന് മുതൽക്കൂട്ടായ ടോണി ഇമ്മട്ടി കേരള ക്രിക്കറ്റ് സാഗിക്കൊപ്പം ചേരുകയാണ്. KCL കേരള ക്രിക്കറ്റിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാകുമെന്നാണ് ടോണി ഇമ്മട്ടി പറയുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര പല ജില്ലകൾ പിന്നിട്ട് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലാണ്. എവിടെയാണെന്ന് പറയണ്ടല്ലോ, വടക്കുന്നാഥിൻ്റെ മുന്നിലാണ്. തൃശ്ശൂരിലെ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിതിന് മുൻപ് കടന്നുപോയ ഗംഭീരമായി കളി അവസാനിപ്പിച്ചു പോയ ആളുകളുണ്ട്. ശ്രീകുമാരൻ നായരെ പോലുള്ള മികച്ച താരങ്ങളുണ്ട്. പുതുതലമുറയിലെ ഒട്ടനവധി താരങ്ങൾ ഇവിടെയുണ്ട്. ഷറഫുദ്ദീനെ പോലെ KCLയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളുണ്ട്. നമുക്കിന്നൊരു സ്പെഷ്യൽ അതിഥി ചേരുകയാണ്, ടോണി ഇമ്മട്ടി. അതെ, നമ്മുടെ പ്രിയപ്പെട്ട അമ്പയർ ടോണി. കളി വേണ്ട, അമ്പയറിംഗ് മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയത്. കളി കാരണമാണ് അമ്പയറിംഗിലേക്ക് എത്തിയത്. കാരണം എന്ന് പറഞ്ഞാൽ കളിക്കണം എന്നുള്ളൊരു വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാം, നിങ്ങൾക്കറിയാം. IM വിജയൻ എൻ്റെ വീടിൻ്റെ അടുത്താണ്, അയ്യന്തോളുകാരനാണ്. അപ്പോൾ അവർക്കൊക്കെ ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ ഹരമായിട്ടുള്ള ഒരു സ്പോർട്സ് മേഖല. പക്ഷെ അതിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ല. സത്യത്തിൽ വീട്ടിൽ ഒരു സ്പോർട്സും വേണ്ട എന്ന് പറയുന്ന ഒരു വീട്ടുകാരായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടം ഫുട്ബോളായിരുന്നു. എങ്കിലും ഒരു സ്പോർട്സും കളിക്കാൻ പോകണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന വീട്ടുകാരായിരുന്നു. പഠിച്ചാൽ മതി. തൃശ്ശൂർ അറിയാലോ, PC തോമസ് അങ്ങനെ ഒരു എൻട്രൻസിന്റെ ഒരു ഇറ്റിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത്. പിന്നെ അതിൻ്റെതായ ഒരു ടഫ്നെസ് ഉണ്ടായിരുന്നു വീട്ടിൽ. അമ്മച്ചി ടീച്ചറും അതുപോലെ അപ്പച്ചൻ വക്കീലൊക്കെയാണ്. ക്രിക്കറ്റ് ആയിരുന്നു. അപ്പൊ ക്രിക്കറ്റ് ഉള്ള കാരണം നമുക്ക് ആ ഒരു ലെവലിൽ കോച്ചിങ് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോച്ചിങ്ങിലേക്ക് എത്തിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ആ ടൈമിൽ തുടങ്ങിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അമ്പയറിംഗ് അപ്പൊ തന്നെ ചൂസ് ചെയ്ത് അമ്പയറിംഗിൽ നമുക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വരെ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ അനന്തേട്ടന്റെ ഒരു പാർട്ടാണ് നമ്മൾ വളരെയധികം സ്വപ്നം കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് അമ്പയറിംഗ്, TV അമ്പയറിംഗിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ വളരെയധികം ഇൻസ്പയർഡ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാണികളും ഏറ്റവും കൂടുതൽ രീതിയിൽ പ്രോ ആൾക്കാരും പങ്കെടുക്കുന്നത്. ഇപ്പോൾ കോച്ചസ് ആണെങ്കിൽ അത് ഈവൻ ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകൾ ആണെങ്കിൽ വരെ പ്രോ ലെവലിലുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മയിലൂടെ വരുന്നൊരു സംഭവമാണ് IPL. കോൺസെൻട്രേഷൻ ഒരു വലിയൊരു ഘടകം തന്നെയാണ് നമുക്ക്. കോൺസെൻട്രേഷനൊപ്പം തന്നെ നമ്മൾ ഈ 11 22 പേരെയാണ്. ആ മാച്ച് മാനേജ്മെന്റ് സ്കില്ലാണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത്. മാച്ച് മാനേജ്മെന്റും മാൻ മാനേജ്മെന്റും നമുക്ക് നന്നായിട്ട് വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള കഴിവും വേണം. KCL എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ എന്താണ്, KCL കാരണമാണ് ഞാൻ IPL അമ്പയർ ആയതെന്ന് തന്നെ പറയാം. കാരണം KCLത്തെ പെർഫോമൻസും KCLിലെ ആ ഒരു പ്ലാറ്റ്ഫോമും നമുക്ക് കിട്ടിയിട്ടുള്ളതും KCLത്തെ നല്ല നല്ല മാച്ചസ് അമ്പയർ ചെയ്ത് അത് BCCIലുള്ള അമ്പയർ സബ് കമ്മിറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി WPLലും അതുപോലെ തന്നെ IPLലും കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം എല്ലാ പ്ലെയേഴ്സിനും ഞങ്ങളെ പോലുള്ള അമ്പയേഴ്സിനും ഒക്കെ ഗുണമാണ്. ടോണി ഇമ്മട്ടി പറഞ്ഞതുപോലെ തന്നെ വലിയ സാധ്യതകളുണ്ട്. ഒരുപാട് മത്സരങ്ങൾ വരുന്നു. KCL അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട. ഓക്കെ, താങ്ക് യു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇവിടെ വെച്ച് താങ്കളെങ്ങനെ കാണാൻ പറ്റിയാൽ വലിയ സന്തോഷം. ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്താറുണ്ട്. പക്ഷേ കേരള ക്രിക്കറ്റിന്റെ ഭാവി എന്ന് പറയുന്നത് കളിക്കാരിൽ മാത്രമല്ല, അഡ്മിനിസ്ട്രേഷനിൽ മാത്രമല്ല, ടോണി ഇമ്മട്ടിയെ പോലുള്ള അമ്പയറിംഗിലുള്ള വൈഭവം തെളിയിക്കുന്ന ആളുകളിലൂടെയുണ്ട്. വലിയ സന്തോഷം, അഭിമാനം ഞങ്ങൾക്ക് ഉള്ളെന്ന് പറയാണ്. താങ്കളെയും ശ്രീ KN അനന്തപത്മനാഭനെയും ഒക്കെ നമ്മൾ TV കാണുന്ന സമയത്ത്, അമ്പയറിംഗ് പാനലിൽ കാണുന്ന സമയത്ത് നമുക്കൊരു രോമാഞ്ചമാണ്. ഇത് നമ്മുടെ ആളാണല്ലോ എന്നുള്ളത്. അത് തുടരട്ടെ, ആഗ്രഹം സഫലമാകട്ടെ. നമ്മൾ KCL അവിടെ ട്രിവാൻഡ്രത്ത് കാണും. ബൈ ബൈ.